ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സാമൂഹ്യശാസ്ത്രമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠം, നമ്മുടെ ഫസ്റ്റത്തെ പാഠത്തിന്റെ പേരാണ് പീലിയുടെ ഗ്രാമം. ഓക്കെ, പീലിയുടെ ഗ്രാമം എന്ന പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പേജ് ആണിത് കേട്ടോ. അപ്പൊ എന്താണ് പീലി എന്ന് പറയുന്നത്? ഒരു കുട്ടിയുടെ പേരാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് 4 കുട്ടികളെ കാണുന്നില്ലേ? ഈ 4 പേരും നമ്മുടെ പീലി എന്ന് പറയുന്ന കുട്ടിയുടെ കൂട്ടുകാരാണ്. ഓക്കെ, അപ്പൊ ഇവർ 4 ആളും കൂടി എങ്ങോട്ട് പോവാണ്? പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അവളുടെ ഗ്രാമം കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ചാപ്റ്റർ എന്താന്ന് നോക്കാം. അതിന് വായിക്കാം. കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തന്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ? അപ്പൊ ഇവര് 4 ആളും കൂടെ എങ്ങോട്ട് പോവാ? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവാണ് അല്ലേ? ഒരു ട്രിപ്പ് പോവാണ്. അപ്പൊ നമുക്കും അവരോടൊപ്പം സഞ്ചരിക്കാം എന്നാണ് പറയണത്. നോക്കൂ, അടുത്ത പേജിൽ എന്താ കാണിച്ചിരിക്കുന്നത്? 4 കുട്ടികളും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. അവരെ പരിചയപ്പെടുത്തുകയാണ്. ആരൊക്കെയാണ്, അവരെവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അവരെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് എന്താ വായിച്ചു നോക്കാം. എന്താ ഈ കുട്ടി പറയുന്നത് നോക്കാം. അത് ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടി എന്താ പറയുന്നത് നോക്കാം. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് നടക്കാൻ കഴിയില്ല അല്ലെ? ഇപ്പൊ നടക്കാൻ കഴിയാത്തവരാണ് വീൽ ചെയറിൽ പോവാ. വീൽ ചെയർ വേണം. അപ്പൊ വീൽ ചെയറിലാണ് ഈ കുട്ടി എന്നും സഞ്ചരിക്കുന്നത്. എവിടെയാണ് നീനുവിന്റെ വീട്? എവിടെയാണ്? സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സ്, അതായത് സർക്കാർ ജോലിക്കാരുടെ ക്വാർട്ടേഴ്സിലാണ്. അപ്പൊ ഇവളുടെ പാരന്റ്സും എന്തായിരിക്കും? ഇവളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇവളുടെ പാരന്റ്സ് രണ്ടാളും എന്തായിരിക്കും? സർക്കാർ ജോലിയുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവൾ താമസിക്കുന്നത് സർക്കാർ ക്വാർട്ടേഴ്സിലാണ്. നമുക്കൊരു അനിയൻ കൂടിയുണ്ട്. അടുത്ത ഈ കുട്ടിയാണ് അപ്പു. എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. അപ്പൊ അപ്പു ഇവിടെ താമസിക്കുന്നത്, നമ്മുടെ നീനു താമസിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് അല്ലെ? അവിടെ നമ്മുടെ അപ്പു താമസിക്കുന്നത് അതേ നഗരം, അതായത് ഇവർ 4 ആളും ഉള്ളത് ഒരേ സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നമ്മുടെ അതേ സിറ്റിയിലെ ഒരു ചേരിയിലാണ് അപ്പു താമസിക്കുന്നത്. അപ്പൊ ചേരി അവന്റെ അച്ഛനില്ല, അമ്മ മാത്രമാണ് ഉള്ളത്. അമ്മ ഒരു തുണിമിൽ തൊഴിലാളിയാണ്. എന്ന് വെച്ചാൽ തുണി, ഒരു ടെക്സ്റ്റൈൽ മില്ലിലെ തൊഴിലാളിയാണ് അവന്റെ അമ്മ. അടുത്തത് ഇത് വിക്കിയാണ്. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ വിക്കി അത്യാവശ്യം കാശുള്ള കുട്ടിയാണ്. വിക്കി എന്താണ്, അച്ഛൻ ബിസിനസ്സാണ്, അമ്മയ്ക്ക് സ്വന്തമായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് ഒക്കെ ഉണ്ട് അല്ലെ? അത് നമ്മുടെ 4ാമത്തെ ആള്. ഞാൻ ചമേലി. ഞങ്ങൾ ആസം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ചമേലി നോക്കിയ, ചമേലി ആസം സ്വദേശിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ അച്ഛനമ്മയും ജോലിക്കായിട്ട് കേരളത്തിൽ വന്നതാണ്. അപ്പൊ ഇവര് നമ്മുടെ ചമേലി ജനിച്ചതൊക്കെ ആസാമിലാണ്. അപ്പൊ അവിടുന്ന് കേരളത്തിൽ വന്നതാണ്. അവൾക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഇവർ കേരളത്തിൽ വന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നതെന്ന് വേറെ സ്റ്റേറ്റിൽ നിന്ന്, വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വന്നവരാണ് നമ്മുടെ ഇവിടുത്തെ ഇതര സംസ്ഥാന ആൾക്കാർ എന്ന് പറയുന്നത്, ഇതര സംസ്ഥാനത്ത് വന്നവരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരൊക്കെ കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരിടമുണ്ട്. അവിടെയാണ് നമ്മുടെ ചമേലിയും കുടുംബവും താമസിക്കുന്നത്. ഇവർ 4 ആളും അവരെന്ത് ചെയ്തു? നമുക്ക് പരിചയപ്പെടുത്തി അല്ലേ? ഇനി ഇവിടെ എന്ത് ചെയ്യാനാണ് പറയണത്? കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തും. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ 4 ആളുടെയും കൂടി നമ്മളും കൂടി എങ്ങോട്ട് പോവുകയാണ്? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് അല്ലെ? അപ്പൊ ഈ 4 ആളും അവരെ പരിചയപ്പെടുത്തി തന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെയും സ്വയം ഇവിടെ പരിചയപ്പെടുത്തണം. എന്ന് വെച്ചാൽ ഇതുപോലെ ഇവരുടെ ചിത്രങ്ങൾ കണ്ടില്ലേ? അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിത്രം വരച്ചു ചേർക്കുക. ഒട്ടിക്കാനല്ല, നിങ്ങളുടെ ഒരു ചിത്രം ഇവിടെ വരച്ചു ചേർക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം പരിചയപ്പെടുത്തുക. നിങ്ങളുടെ വീട് എവിടെയാണ് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇവിടെ പരിചയപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ചിത്രം, നിങ്ങളുടെ സ്വന്തം ചിത്രം വരച്ചു ചേർത്തിട്ട് നിങ്ങളെ സ്വയം ഇവിടെ പരിചയപ്പെടുത്തിയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. അപ്പൊ എൻ്റെ പേര് റിയ. ഒരു കുട്ടി പറയുകയാണ്, ഓക്കെ, എൻ്റെ പേര് റിയ. നഗരത്തിലെ ഒരു ഫ്ലാറ്റിലാണ് എൻ്റെ വീട്. എൻ്റെ അച്ഛൻ ഡോക്ടറാണ്. എൻ്റെ അമ്മ ടീച്ചറാണ്. എനിക്കൊരു അനിയത്തി കൂടിയുണ്ട്. ഇതൊരു ഉദാഹരണമാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളാണ് എഴുതേണ്ടത്, സ്വയം പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്ത ഇവിടെ താഴെ കാണുന്ന ഒരു ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. നമ്മളിവിടെ ഇതര സംസ്ഥാനം എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ഇതര സംസ്ഥാനങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്.
ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. നമ്മൾ അമ്മ അച്ഛൻ എന്ന് വിളിക്കുന്ന പോലെ അവരെന്ത് ചെയ്തു, അവർ വേറെ സ്റ്റേറ്റിൽ, അതായത് നമ്മുടെ ചമേലി ആണെങ്കിൽ ആസം വന്ന കുട്ടിയാണ്, അവളെ അമ്മ മാന്നും അച്ഛനെ പാപ്പ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിഥി തൊഴിലാളി, നിങ്ങൾ ഈ വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഇപ്പൊ കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് അതിഥി തൊഴിലാളി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിഥി തൊഴിലാളി എന്ന് വെച്ചാൽ വേറെ സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ നമ്മുടെ സംസ്ഥാനം ഏതാ? കേരളം. നമ്മുടെ കേരളത്തിലേക്ക് ജോലിക്കായിട്ട് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വരും അല്ലെ? അങ്ങനെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വരുമ്പോൾ അവരെ നമ്മൾ പറയുന്നത് അതിഥി തൊഴിലാളികൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും, എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഇതുപോലെ നമ്മുടെ കേരളത്തിലേക്ക് കുടുംബമായിട്ട്, അവർ ജോലിക്കായിട്ടാണ് വരുന്നത്. പലരും കുടുംബമായിട്ടായിരിക്കും വരിക. അപ്പൊ അങ്ങനെ ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആൾക്കാർ ജോലിക്കായിട്ട് വരും, അവർ ഫാമിലി ആയിട്ട് വരും. അപ്പൊ അവരെന്ത് ചെയ്യും, അവരുടെ മക്കളെ ഇവിടെയുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ ചേർത്തുന്നു. ഓക്കെ, ഇവരാണ് അതിഥി തൊഴിലാളികൾ, അല്ലെങ്കിൽ തൊഴിലിനായിട്ട് വരുന്ന ആൾക്കാർ. ഇതര സംസ്ഥാനം, അതുപോലെ നമ്മുടെ ചമേലിയും കുടുംബവും ഒരു അതിഥി തൊഴിലാളികൾ ഇതര സംസ്ഥാനത്ത് വന്ന ആൾക്കാരാണ് അല്ലെ? ഇതാണ് എന്താണ് അടുത്തത്. നെക്സ്റ്റ്, നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ, വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടീച്ചറുടെ സഹായം ഇതിനുണ്ടാകും. അപ്പൊ നമ്മൾ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഇപ്പൊ ചെയ്തതേ ഉള്ളൂ അല്ലെ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അതിന് കൂടുതൽ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം പറയുന്നത്, ഒന്നുകൂടെ വിപുലീകരിക്കുക, കുറച്ചും കൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ പറയുന്നത്? നിങ്ങളുടെ ഹോബി എന്തൊക്കെയാണ്, അതായത് നമ്മുടെ ഒഴിവ് സമയമൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ഹോബികളായിരിക്കും അല്ലെ? ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കാം, അങ്ങനെ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യും? ചില ഡാൻസിങ്, ഗാർഡനിങ്, അങ്ങനെ പലതും ഉണ്ടാവും. അതൊക്കെ എഴുതി ചേർക്കാം. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്ത് നമ്മൾ സ്വന്തം പ്രൊഫൈൽ പോലെ തയ്യാറാക്കിയില്ലേ, സ്വയം പരിചയപ്പെടുത്തുന്നതിന്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതിൽ കൂടുതൽ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താനാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്, യാത്രയ്ക്ക് ഒരുങ്ങാം. അപ്പൊ നമ്മുടെ ചമേലിയും നീനുവും അപ്പുവും വിക്കിയും എല്ലാരും കൂടെ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ അവരോടൊപ്പം എങ്ങോട്ടാ പോകുന്നത്? പീലിയുടെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത് അല്ലെ? പീലിയുടെ ഗ്രാമത്തിലേക്ക് നമ്മൾ ഒരു ട്രിപ്പ് ആയിട്ടാണ് പോകുന്നത്, ഒരു 1 day ട്രിപ്പ് പോലെയാണ് പോകുന്നത്. അപ്പൊ അതിനുള്ള അതൊരു യാത്രയാണ് അല്ലെ? ഒരു 1 day ആണെങ്കിലും അതൊരു ട്രിപ്പ്, യാത്രയല്ലേ? അപ്പൊ അതിന് കുറെ ഒരുക്കങ്ങളൊക്കെ വേണം. അപ്പൊ നമ്മുടെ നീനു എന്താ പറയുന്നത് നോക്കാം. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാൻ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? നമ്മൾ നീനു എന്ന് പറഞ്ഞാൽ ഒന്നാമത് നടക്കാൻ പറ്റാത്ത കുട്ടിയാണ്. അപ്പൊ അവൾക്ക് വീൽ ചെയർ വേണം. അതുകൊണ്ട് ഒരുപാട് ഇടങ്ങൾക്കൊന്നും ഒറ്റയ്ക്കൊന്നും പോവാറില്ല. പക്ഷെ ഇവരുടെ 4 ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു യാത്ര പോവാന്നുള്ളത്. വീട്ടിൽ നിന്നൊക്കെ അത് നമ്മൾ ഒന്നാമത് കുട്ടികൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ 4 കൂടെ പോവുക എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത്. സമ്മതം വാങ്ങാൻ, പാരന്റ്സിന്റെ, വീട്ടുകാരുടെ സമ്മതം വാങ്ങാൻ ബുദ്ധിമുട്ടി എന്നാണ് നീനു പറയുന്നത്. വിക്കി എന്താ പറയുന്നത് നോക്കാം. പപ്പായും മമ്മിയും മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്ക് ഇവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ വിക്കിയുടെ ഫാമിലി എങ്ങനെയാണ്? വിക്കിയുടെ വീട്ടുകാർ ഭയങ്കര ഹൈജീനിക് ഒക്കെ നോക്കും, ഭയങ്കര ശുചിത്വമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ വിക്കിയും ഇതുപോലെ തനിച്ചു വിടാൻ പപ്പയ്ക്കും മമ്മിക്കും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, സമ്മതം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ? പക്ഷെ നമ്മുടെ വിക്കിക്കുള്ള ആകെയുള്ള കൂട്ടുകാർ ഇവര് മാത്രമാണ്. പക്ഷെ മമ്മി പ്രത്യേകിച്ച് എന്ത് പറയുന്നുണ്ട്, അവിടെ പോയിട്ട് അവിടെയുള്ള ഒന്നും കഴിക്കരുത് എന്ന് വിക്കിയോട് പറയുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ട്രിപ്പിന് പോകുമ്പോൾ അതിനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടായിരിക്കും വിക്കി പോകുന്നുണ്ടാവുക. കാരണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്, കാരണം ശുചിത്വമില്ലാത്തൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും അസുഖം വരണ്ടെന്നൊക്കെ മമ്മിക്ക് പേടിയുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ നമ്മുടെ ചമീൽ എന്താ പറയണത്, ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്. മാ എന്ന് പറയുന്നത് അമ്മയെ പറയുന്നതാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഇവരുടെ അകൽച്ച? ചില ആൾക്കാരിൽ, അതായത് വേറെ സംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇവരെ കുറച്ച് അകൽച്ച ഉണ്ടാവും ഇവരോട്. ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട്. അതാണ് നമ്മുടെ ചമേലിയും പറയുന്നത്. എന്നോട് അങ്ങനെ ചില ആൾക്കാരൊക്കെ ഞങ്ങളോട് ചില അകൽച്ചയൊക്കെ കാണിക്കും. അപ്പൊ ഞാൻ പീലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പീലിയുടെ നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെ കാണിക്കില്ല, നമ്മൾ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വരുന്നതാണ് നമ്മുടെ ചമേലി പറയുന്നത്. അപ്പു എന്താ പറയുന്നത്, അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. അപ്പുവിന് ആര് മാത്രമേ ഉള്ളൂ? അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ പ്രത്യേകിച്ച് എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. കണ്ടോ, ഒരു ദിവസത്തെ ട്രിപ്പാണ് അല്ലേ? പക്ഷെ നമ്മുടെ അപ്പുവിന് വിഷമമുണ്ട് അല്ലേ, അമ്മ തനിച്ചാവില്ല എന്നുള്ള വിഷമമുണ്ട്. പക്ഷെ ഒരു ദിവസം അല്ലേ, കുഴപ്പമില്ല എന്നാണ് അപ്പു പറയുന്നത്. ഇനി ഇവിടെ എന്താ നിങ്ങളുടെ ചെയ്യാൻ പറയുന്നത്? നിങ്ങളുടെ ആക്ടിവിറ്റി എന്താ? പ്രവർത്തനം. നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ? നിങ്ങൾക്കും
നിങ്ങൾക്കും ഉണ്ടാവില്ല ചില ആശങ്കകൾ. താഴെ നിങ്ങൾ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കും. അതായത് നമ്മളും ഇവരോടൊപ്പം യാത്ര തിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് കുറെ കാര്യങ്ങൾ, നമുക്ക് കുറെ ആശങ്കകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചിത്രം ഇവിടെ വരച്ചു ചേർത്തിട്ട് നമ്മുടെ ആ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എന്തൊക്കെയാണ് അതാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. എന്തൊക്കെ എഴുതാം? ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ്, നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ മനസ്സിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. യാത്രയ്ക്കുള്ള സമ്മതം വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി, എങ്കിലും അച്ഛനും അമ്മയും സമ്മതിച്ചു. പീലി പറഞ്ഞു കേട്ട് അവളുടെ ഗ്രാമം കാണാൻ കൊതിയാകുന്നു. അവിടെ എന്തെല്ലാം കാഴ്ചകൾ ഉണ്ടാകും, കൂട്ടുകാരുമൊത്ത് എല്ലാം ആസ്വദിക്കണം. നെക്സ്റ്റ്, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാവാനിടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. അപ്പൊ ഇവർ നാലാളെയും നമ്മൾ പരിചയപ്പെട്ടു. ഇവർ നാലാൾക്കാരും ഒരേ ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണോ? അല്ല, അല്ലെ? നാലാള് നാല് ഒരേ സിറ്റിയിൽ, ഒരേ നഗരത്തിലെ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിലും അതുപോലെ നാലാളും എന്താണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള കുട്ടികളാണ് അല്ലെ. ഒരേ നഗരത്തിലാണ് ഇവർ ജീവിക്കുന്നതെങ്കിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളാണ്. അപ്പൊ ഇവർക്ക് എന്താ, പക്ഷെ ഇവർ നാലാളും കൂട്ടുകാരാണ് അല്ലെ. ഇവർ ഒരു സ്കൂളിലാണെന്ന് പറയുന്നില്ല, ഒരേ സ്കൂളിൽ പഠിക്കുന്നെന്ന് പറയുന്നില്ല, പക്ഷെ നാലാളും കൂട്ടുകാരാണ്, അഞ്ചാളും കൂട്ടുകാരാണ് അല്ലെ. അപ്പൊ ഇവര് കൂട്ടുകാരാവാൻ ഇടയായ സാഹചര്യമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയുന്നത്, അത് സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കാം. ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്, ചെയ്തു നോക്കുക. അടുത്തത്, യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രയ്ക്ക് ഒരുക്കുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മളുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ. ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവർ അഞ്ചാൾക്കാർ, പീലി ഉൾപ്പെടെ അഞ്ചാൾക്കാരും കൂട്ടുകാരാണെന്നാണ് പറയുന്നത്. ഒരേ സ്കൂളിലാണ് പഠിക്കണമെന്ന് പറയുന്നില്ല കേട്ടോ. ഇവര് അഞ്ചാൾക്കാരും കൂട്ടുകാരാണ്. ഓക്കെ, അപ്പൊ ഇവര് എന്താണ്, നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണല്ലോ. അപ്പൊ യാത്രയ്ക്ക് തയ്യാറെടുപ്പുകളൊക്കെ നടത്താം. നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പ് ആണെങ്കിലും കുറെ തയ്യാറെടുപ്പൊക്കെ ഉണ്ടാവില്ല, കുറെ കാര്യങ്ങൾക്ക് എടുത്തു വെക്കണം, അതൊക്കെ ചെയ്യില്ലേ, അതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാഗിൽ എന്തൊക്കെ സാധനങ്ങളാണ് കയറ്റുക, അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ ചിന്തിക്കും നമ്മള് എന്നാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പൊ നമ്മുടെ ചമേലിയുടെ ബാഗിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചമേലി എന്താ ചിന്തിക്കുന്നത്, മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എന്ന് വെച്ചാൽ ഇവിടെ വേറെ സംസ്ഥാനത്ത് നിന്ന് വന്ന കുട്ടികളെ പറഞ്ഞിട്ട് ഇവിടെ മാറ്റി നിർത്തും എന്നുള്ള അവൾക്ക് ടെൻഷൻ ഉണ്ട്. അടുത്തത്, നമ്മുടെ എന്താണ് അപ്പു എന്താ വിചാരിക്കുന്നത്, അപ്പുവിന്റെ ഡ്രസ്സും കാര്യങ്ങളാണ്, അവന്റെ ബാഗാണ്. അമ്മ ഒറ്റയ്ക്കാകുമോ? നമ്മുടെ നീനു വിചാരിക്കുകയാണ് എല്ലായിടത്തും പോകാനാകുമോ, അടുത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ എന്നാണ് നമ്മുടെ നീനു ചിന്തിക്കുന്നത്. വിക്കിയോ, നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ എന്ന് വെച്ചാൽ കണ്ടു, നമ്മുടെ വിക്കി കുറെ ഐറ്റംസ് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നഗരത്തിലുള്ള സിറ്റിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ആ ഗ്രാമത്തിൽ ഉണ്ടാകുമെന്ന് വിക്കിക്ക് ഒരു ടെൻഷൻ ഉണ്ട്. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച ചിന്തയും എഴുതി അവതരിപ്പിക്കുക. ഇവിടെ ഒരു സ്ഥലം തന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ ബാഗും ആ ബാഗിൽ എന്തെല്ലാം, നിങ്ങൾ ഇതുപോലെ നമ്മളിതുപോലെ പീലിയുടെ ഗ്രാമത്തേക്ക് 1 ഡേ ട്രിപ്പ് പോവല്ലേ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എടുക്കുക, 1 ഡേ ട്രിപ്പിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബാഗിൽ എടുക്കും, അതൊക്കെ ഇവിടെ വരയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചിത്രം വരച്ചിട്ട് നമ്മൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക എന്നും കൂടെ എഴുതുക. പീലിയുടെ ഗ്രാമത്തിൽ എന്തെല്ലാം കാഴ്ചകൾ ഉണ്ടാകും, ഇങ്ങനെ ചിന്തിക്കുക അല്ലെ. നെക്സ്റ്റ്, നമ്മൾ പീലിയുടെ ഗ്രാമത്തിൽ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി ബാഗൊക്കെ റെഡിയാക്കി അങ്ങനെ നാലാളും കൂടെ പീലിയുടെ ഗ്രാമത്തിലേക്ക്, അവരുടെ കൂട്ടുകാരിയായ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ നീനു പറയാണ്, ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ അല്ലെ, ഒരു ട്രാവൽ സോങ്, യാത്രക്കിടെ പാടുന്നൊരു പാട്ട് പാടിയാലോ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിക്കി പാടാൻ തുടങ്ങി. ഒന്നാം മലയിൽ കയറേണ്ട, അവിടുന്ന് തലകുത്തി മറിയേണ്ട, അങ്ങനെ ഒരു നല്ലൊരു യാത്രാഗാനം പാടുകയാണ്. യാത്രാഗാനങ്ങൾ അറിയാമോ, അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ യാത്രാഗാനങ്ങൾ അറിയാലോ, അതെന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാത്രാഗാനമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, എഴുതി ചേർക്കേണ്ടത്. അടുത്തത്, പീലിയുടെ ഗ്രാമം. അങ്ങനെ നമ്മൾ നാലാളും എവിടെ എത്തി, പീലിയുടെ ഗ്രാമത്തിൽ എത്തി അല്ലേ. ഹായ്, അതാ പീലിയുടെ ഗ്രാമം. അവർ അങ്ങനെ പീലിയുടെ ഗ്രാമത്തിൽ എത്തി. അപ്പൊ അതാ നമ്മുടെ പീലി വന്നു, ഇതാണ് പീലി. അപ്പൊ നമ്മുടെ അപ്പു പറയണം അതാ പീലി. അപ്പൊ എന്താ പീലി ചോദിക്കുന്നത്, എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര വൈകിയതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും പീലിക്ക് കൊടുക്കാൻ മറുപടി എന്താണ്, അതാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. എന്തുകൊണ്ട് ഇവർ വൈകി എന്നിട്ട് മറുപടി എന്തെഴുതാം, ഞങ്ങൾ നിന്റെ ഗ്രാമത്തിലെ, ഇത് നിന്റേതാണ് കേട്ടോ, നിന്റെ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിച്ചു വരികയായിരുന്നു, അതാണ് എത്താൻ വൈകിയത്. നെക്സ്റ്റ്, വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പീലി കണ്ടോ, പൂക്കളൊക്കെ കൊടുത്ത് അവര് സ്വീകരിക്കുകയാണ്, വെൽക്കം ചെയ്യുകയാണ്, അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പീലിയുടെ ഗ്രാമത്തെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പീലിയുടെ ഗ്രാമത്തിലെത്തി, കാഴ്ചകളൊന്നും കാണാൻ തുടങ്ങിയിട്ടില്ല അല്ലെ. അപ്പൊ എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രതീക്ഷകൾ, എന്തൊക്കെയായിരിക്കും, അതാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. നിറയെ കുന്നുകളും മലകളും പുഴകളും വയലുകളുമുള്ള മനോഹരമായ ഗ്രാമം അല്ലെ, വളരെ മനോഹരമായ ഒരു ഗ്രാമമായിരിക്കും പീലിയുടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പീലിയുടെ ഗ്രാമത്തിന്റെ ഒരു ഭാവന ചിത്രം നോട്ട്ബുക്കിൽ വരച്ചു നോക്കൂ, ടീച്ചറുടെ സഹായം കൂടി തേടും. അപ്പൊ നമുക്ക് എന്തൊക്കെയായിരിക്കും ഗ്രാമത്തിലെ കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരച്ചു നോക്കാനാണ് പറയുന്നത്.
അപ്പൊ നമ്മുടെ പീലി വീട്ടിലേക്ക് കൊണ്ടുപോകണം 4 കുട്ടികളെയും നാല് കൂട്ടുകാരെയും കൊണ്ടുപോകണം. അപ്പൊ നമ്മുടെ പീലിയുടെ അമ്മ പുറത്തു വന്നു. പീലിയുടെ അമ്മ അവരെ വെൽക്കം ചെയ്യാണ്. അപ്പൊ നമ്മുടെ പീലി അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ പറയുന്നത്, ഇതാണ് എന്റെ അമ്മ, ഇതാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ അമ്മ എന്താ പറയണത്, എല്ലാരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണും അല്ലേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പീലിയുടെ അമ്മ എന്ത് ചെയ്യാണ്, നമ്മുടെ പീലിന്റെ കൂട്ടുകാരെ വിളിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ നമ്മുടെ എന്താണ് വിക്കി എന്താ പറയണത്, വേഗം എന്ത് ചെയ്തു, എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം, എന്ന് വെച്ചാൽ അവരുടെ ഫുഡ്, അവരുടെ ഭക്ഷണം വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണ് വിക്കി പറയണത് അല്ലെ. അതായത് അവിടുന്ന് അവര് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ എനിക്ക് ഇവിടുന്ന് ഭക്ഷണം ഒന്നും വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. കാരണം എന്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലെ, പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അവന്. അതുകൊണ്ട് തന്നെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ നിന്ന് അവന്റെ മമ്മി അവന് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ പീലി എന്താ പറയണത്, പീലി പറയണ, ഓ പിന്നെ അവന്റെ ഒരു ജാടാന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പൊ അവന്റെ അമ്മ എന്ത് പറഞ്ഞു, എന്താ അവന്റെ അമ്മ പറയണത്, അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്നും കഴിച്ചു നോക്കൂ, ഇവിടത്തെ വയലിൽ ഉണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്, പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത്, അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയത്. കണ്ടില്ലേ, അപ്പം അമ്മ അവനെ ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. എന്താണ്, അവർ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊന്നും അല്ല ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത്, എന്താണ് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, അവരുടെ അവരുടെ തന്നെ വയലില് ഉണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ അതുപോലെ കപ്പയും നല്ല പുഴയിൽ നിന്ന് പിടിച്ച മീനൊക്കെ കൊണ്ടാണ് അവർ കറി ഉണ്ടാക്കിയത്. അത് കറി ഉണ്ടാക്കിയതാരാ, അച്ഛനാണ് അല്ലെ, പീലിന്റെ അച്ഛനാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചു നോക്കാൻ, ടേസ്റ്റ് ഉണ്ടോ എന്ന് കഴിച്ചു നോക്കുമോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നിർബന്ധിക്കുകയാണ്. നോക്കുമ്പോൾ അത് കേട്ട് നമ്മുടെ വിക്കി എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചു. അപ്പൊ വിക്കി എന്താ പറയണത്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്, എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. അപ്പൊ അപ്പു എന്താ പറയണത്, പീലി വളരെ നന്നായിട്ടുണ്ട്, എന്ത് നല്ല രുചി, ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരണേ എന്ന് നമ്മുടെ അപ്പു പറയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പീലി എന്താ പറയണത്, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം, അച്ഛനല്ലേ കറിയൊക്കെ ഉണ്ടാക്കിയത് അല്ലേ, അപ്പൊ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാന്ന് പറയണം. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു, അച്ഛൻ വയലിൽ ഉണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണാലോ. അപ്പൊ നമ്മ അച്ഛൻ എവിടെയാണ് ഇപ്പൊ ഉള്ളത്, അച്ഛൻ വയലിലാണ് അല്ലെ. അപ്പൊ അച്ഛന് വയലിൽ പോയാൽ അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റും, അങ്ങനെ നമ്മുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ കൂടെ ആണ് പറഞ്ഞിട്ട് അമ്മ അവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവര് പീലിയും കൂട്ടുകാരും എങ്ങോട്ടാ പോണത്, അച്ഛനെ കാണാൻ വയലിലോട്ട് പോവാണ് കേട്ടോ. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ, അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കും, ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും. എന്നിട്ട് നമ്മൾ പീലിയുടെ അച്ഛനെ ആര് കാണുകയാണ്, ഈ എന്താണ് 4 ആളും കാണുകയാണ്. അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു അഭിമുഖമാണ് ചെയ്യേണ്ടത്. അഭിമുഖം വെച്ചാൽ അവരുടെ അച്ഛനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ അച്ഛന് സുഖമാണോ, അച്ഛൻ എന്ത് കഴിച്ചു, അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല അച്ഛനോട് ചോദിക്കാനുള്ള. അതായത് ഇപ്പൊ മീൻകറിയെ കുറിച്ച് ചോദിക്കാം, അതിന്റെ റെസിപ്പിയെ കുറിച്ച് ചോദിക്കാം. അതുപോലെ അച്ഛന് ജോലി എന്താണ്, കൃഷിപ്പണിയാണ് അല്ലെ, എന്താണ് കർഷകനാണ് അച്ഛൻ, വയലിലാണ് ജോലി എന്ന് പറയുന്നില്ലേ, അപ്പൊ കർഷകനാണ്. അപ്പൊ അത് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെയുള്ള ഒരു അഭിമുഖമാണ്, അതിനുള്ള ചോദ്യങ്ങളാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ എന്താണ്, മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പഠിച്ചത്, എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആരാണ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്, മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുക, അതായത് വളരെ രുചിയുള്ള മീൻകറി അവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത് അല്ലെ, മീൻകറി വളരെയധികം രുചിയുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിന്റെ റെസിപ്പി ചോദിക്കാം. പിന്നെയോ എവിടെ നിന്നാണ് കൃഷി പഠിച്ചത്, കൃഷിപ്പണി പഠിച്ചത് എവിടെ നിന്നാണ്, എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത്, എന്തൊക്കെയാണ് അച്ഛൻ കൃഷി ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം, അച്ഛനോട് ചോദിക്കാം. അങ്ങനെ അച്ഛൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു കൊടുത്തു, കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി അടക്കം പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മുടെ നീനു പറയാണ്, കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ, അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കാൻ എനിക്കും പഠിക്കണം എന്ന് നീനു പറയാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാർക്ക് ഒരു വിഭവം ഉണ്ടാക്കിയാലോ, ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറയാണ്, ഒരു വിഭവം ഉണ്ടാക്കണം, നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. ഇത് ചെയ്യുന്ന ഒരു ക്ലാസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ആണ്. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐറ്റംസ് ഉപയോഗിച്ചിട്ടല്ല, നമ്മൾ വീട്ടിന്റെ പരിസരത്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, എല്ലാ ചെടികളും അല്ലെങ്കിൽ എല്ലാ ഇലകളോ അല്ലെങ്കിൽ എല്ലാ കായ്കളോ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല, ചിലതെല്ലാം വിഷാംശമുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പരിസരത്ത് നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കാനാണ് പറയണത്, ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി, ഒരു വിഭവമൊക്കെ ഉണ്ടാക്കി അതെന്ത് ഷെയർ ചെയ്യാനാണ് പറയണത്. ഒരു ആക്ടിവിറ്റിയാണ്, പ്രവർത്തനമാണ്. അടുത്തത് നെക്സ്റ്റ്, എനിക്ക് ഇവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അങ്കിൾ എന്റെ സംശയം എന്തെന്ന് വച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ, ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും, പീലി ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും, നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ എന്താണ്, എല്ലാം നമ്മുടെ വിക്കിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അവനൊരു സംശയം, ഗ്രാമത്തിൽ ഈ വൈഫൈയോ റേഞ്ചോ അങ്ങനെ ഒന്നുമില്ല, അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ എന്താണ് ബോറടിക്കാൻ തുടങ്ങില്ല. ഇപ്പൊ എല്ലാവർക്കും എന്താണ് ഫോണ്, ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയം പോകാൻ, അപ്പൊ ഇതൊന്നും ഇല്ലാതെ ബോറടിക്കില്ല എന്നാണ് വിക്കി
വിക്കിയുടെ സംശയം. വിക്കിക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബോറടിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഒരു ഗെയിം കളിക്കാനൊക്കെ എന്താ നീ ചെയ്യുക, പീരീഡ് ചോദിക്കുകയാണ്. ഗെയിം ഒക്കെ ഇല്ലാതെ എങ്ങനെ സന്തോഷിക്കാൻ പറ്റുക, അപ്പൊ നഗരത്തിലാണെങ്കിൽ എന്തൊക്കെ ഗെയിമുകൾ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ അപ്പു പറയാണ് നഗരത്തെക്കാൾ രസം ഇവിടെയാണെന്നാ എനിക്ക് തോന്നണേ. അപ്പൊ അപ്പുവിന് തോന്നുന്നത് നഗരത്തിനെക്കാട്ടിലും രസമുള്ളത് ഗ്രാമമാണെന്നാണ് അപ്പുവിന് തോന്നുന്നത്. രണ്ടാൾക്കും രണ്ട് വ്യത്യസ്ത അഭിപ്രായമാണ് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും രണ്ടുതരം അഭിപ്രായം. അപ്പൊ രണ്ടാളും താമസിക്കുന്നത് ഒരേ നഗരത്തിലാണ്, പക്ഷെ രണ്ടാൾക്കും രണ്ട് അഭിപ്രായങ്ങളാണ്. കാരണം എന്താ, അപ്പുവും വിക്കിയും ഒരേ നഗരത്തിലെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ചേരിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ വിക്കി എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള എവിടെയാണ് താമസിക്കുന്നത്, അപ്പാർട്ട്മെന്റിലാണ് താമസം അല്ലെ, അപ്പാർട്ട്മെന്റിലാണ് താമസം. അപ്പുവിന്റെയും വിക്കിയുടെയും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളാണ് അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ കാരണം. സുഖ സൗകര്യങ്ങളുമുള്ള അപ്പാർട്ട്മെന്റിലാണ് താമസം അല്ലെ. നമ്മുടെ അപ്പു ആണെങ്കിലോ ചേരിയിലാണ് താമസം. അവിടെ ഒരുപാട് എന്തുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവില്ല, ഒരുപാട് എന്തുണ്ടാവും, ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ അധികം ശുചിത്വമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വിക്കി താമസിക്കുന്നത് എങ്ങനെയാണ്, വലിയ അപ്പാർട്ട്മെന്റിലാണ് താമസം, എല്ലാ സൗകര്യങ്ങളും ഉള്ള അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാൾക്കും ഒരു നഗരത്തെ കുറിച്ച് തന്നെ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാൻ കാരണം. അടുത്തത്, അപ്പൊ നമ്മുടെ അച്ഛൻ എന്താ പറയണത് നോക്കൂ. ഇവിടെയും പലതരം കളികളുണ്ട്, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ചുല്ലസിക്കുന്നത് നമുക്ക് വരൂ. അപ്പൊ എങ്ങനെയാണ്, അപ്പൊ നമ്മുടെ വിക്കി ചോദിക്കുന്നുണ്ടല്ലോ ഇവിടെ എങ്ങനെയാണ് എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ കളിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് സമയം പോകുന്നതൊക്കെയാണ് വിക്കി ചോദിച്ചത്. അപ്പൊ അതിനുള്ള ഉത്തരമാണ് അച്ഛൻ പറയുന്നത്. ഇവിടെയും കുട്ടികൾ കളിക്കുന്നുണ്ട്, പല കളികൾ കളിക്കുന്നുണ്ട്, അത് കണ്ടുവരാൻ പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുപോകണം. ഒരു പീരീഡ് അച്ഛന്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്ക് കണ്ടുവരാം. എങ്ങനെയാണ് കുട്ടികൾ കളിക്കുക, എന്തൊക്കെയാണ് കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യുന്നത് ഒക്കെ നോക്കൂ എന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എന്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കൂ. ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അടുത്തത് ഗ്രാമഭംഗി. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമം എന്ന് കണ്ടറിയൂ. അപ്പൊ നമ്മുടെ കുട്ടികളെ, അതായത് പീലിയും കൂട്ടുകാരും അച്ഛൻ എങ്ങോട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു ചന്തയിലാണ് അല്ലെ, ആഴ്ച ചന്തയിലാണ്. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചന്ത, മാർക്കറ്റ് എന്നൊക്കെ പറയും. അവിടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെ. കൂടുതലും ഈ പറഞ്ഞ പോലെ പച്ചക്കറികളും പാത്രങ്ങളും, എന്താണ് ഇത് കണ്ടില്ല ചിത്രത്തിൽ കാണുന്ന പോലെ പാത്രങ്ങളും, അതുപോലെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അധികം ഒരുപാട് വിലയൊന്നും ഇല്ലാതെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് മലയാളത്തിൽ നമ്മൾ ചന്ത എന്ന് പറയും. ആ ചന്തകൾ ചിലത് ഈ പോലെ വൈകുന്നേര സമയങ്ങളിൽ മാത്രമുള്ള ചന്തകളായിരിക്കും, ചിലത് ആഴ്ചകളിൽ ചില ദിവസങ്ങളിൽ മാത്രമുള്ള ചന്തകളായിരിക്കും. അങ്ങനെ അതും വ്യത്യസ്ത സമയങ്ങളിൽ ഉള്ള ചന്തകളുണ്ട്. അപ്പൊ അതുപോലെ ആഴ്ച ചന്തയിലാണ് അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ ആ ചന്തയിൽ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ഗ്രാമവാസികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നതും അവർ തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നതും. അവരുണ്ടാക്കിയ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് അത് വിൽക്കണു, അത് ആവശ്യമുള്ള ആൾക്കാർ പോയി വാങ്ങണു. അങ്ങനെയാണ് ആ ചന്ത നടക്കുന്നത്. അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു. അപ്പൊ അച്ഛൻ അവർക്ക് ചന്തയിൽ നിന്ന് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഓല കൊണ്ടും അതുപോലെ കടലാസം കൊണ്ടും ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓല, കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾ ഉണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഒരു എക്സിബിഷൻ നടത്താനാണ് പറഞ്ഞത് ക്ലാസ്സിൽ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഓലയും കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ, ഓലയും കടലാസൊക്കെ വെച്ച് കുറെ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലേ, അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ക്ലാസ്സിലൂടെ എക്സിബിഷൻ നടത്താനാണ് പറയുന്നത് കേട്ടോ. ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ പീലി കൂട്ടുകാരെയും കൊണ്ട് എവിടെ കണ്ടോ, അവരുടെ കയ്യിൽ കുട്ടയും അതുപോലെ എന്തൊക്കെയുണ്ട്, എല്ലാം ഉണ്ട് അല്ലെ, കുട്ടയും തൊപ്പിയും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പീലി കൂട്ടുകാർ അവിടുത്തെ കുളം കാണിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരും എല്ലാം നീന്തൽ പഠിച്ചത് ഈ കുളത്തിലാണ്. ഇതാണ് നമ്മുടെ പീലി പറയുന്നത്. അപ്പൊ നോക്കൂ, നമ്മുടെ നീനു എന്താ ചെയ്യുന്നത്, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. സെൽഫി എടുക്കുകയാണ് അല്ലെ. കണ്ടോ, അവരെല്ലാവരും ബാക്കിയുള്ളവരൊക്കെ കുളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്, നീനു ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് കൊയ്ത്തിന് ശേഷം അടുത്തത് കുളത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പാടത്തിലെ കാഴ്ചകൾ കാണാൻ കൊണ്ടുപോയി. കൊയ്ത്തിന് ശേഷം രണ്ടാം വിളയിറക്കുന്നതിന് ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. ഈ മത്സരത്തിന്റെ പേരാണ് കേട്ടോ കാളപ്പൂട്ട് മത്സരം എന്നാണ് പറയുക. അപ്പൊ അത് കാണിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം അവരുടെ നാട്ടിലെ, അതായത് പീലിയുടെ ഗ്രാമത്തിലെ ഉത്സവം കാണിക്കാൻ കൊണ്ടുപോയി. ഉത്സവം കാണുകയാണ്, നാട്ടിലെ ഉത്സവമാണ്. ഇവിടെ എന്താ എഴുതാൻ പറയുന്നത്, നിങ്ങളുടെ നാട്ടിലും വിവിധതരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെ കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൽ അനുഭവവും ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. നെക്സ്റ്റ്
നെക്സ്റ്റ് അതുകൊണ്ട് അവർ ആ ഒരു ഉത്സവത്തിന്റെ സ്ഥലത്ത് തന്നെ നിന്ന് ആഘോഷിക്കുകയാണ്. പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്തെ നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എന്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കും. അപ്പൊ ഒരു പാട്ട് എഴുതാനാണ് പറയണത്. അതായത് ആ പാട്ടിന്റെ വരികൾ എഴുതി അതിനൊരു ട്യൂണും ഒരു താളമൊക്കെ ഇട്ടിട്ട് ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരു എന്റെ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് എന്റെ ഗ്രാമം എന്നുള്ള തലക്കെട്ടോട് കൂടിയുള്ള ഒരു എന്ത് ചെയ്യുക, പാട്ട് എഴുതി നോക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. അടുത്തത്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? നമുക്ക് അതൊന്ന് വരച്ചു നോക്കിയാലോ? എന്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വെച്ച് ക്ലാസ്സിൽ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കും. അപ്പോൾ വീണ്ടും ഒരു എക്സിബിഷൻ ആണ് ചെയ്യാൻ പറയുന്നത് ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾ ചിത്രങ്ങളുടെ ഒരു എക്സിബിഷൻ ആണ്. കണ്ടോ, രാത്രിയിലെ കാഴ്ചകളും ആകാശത്തിന്റെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ട് അത് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, പ്രദർശിപ്പിക്കാനാണ് പറയണത്. അപ്പൊ നോക്കൂ, നമ്മുടെ നീനു എന്താ പറയണത്? പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. അപ്പു, എനിക്ക് ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. വിക്കി എന്താ പറയുന്നത്? നഗര ജീവിതം മാത്രം രസമാണെന്ന് ഞാൻ വിചാരിച്ചത്, ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. അത് നമ്മുടെ ചമയിൽ എന്താ പറയുന്നത്? എന്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങൾ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കൂ. അപ്പൊ നമ്മളും ഇവരോടൊപ്പം തന്നെ 4 കൂട്ടുകാരോടൊപ്പം തന്നെ നമ്മളും പീലിയുടെ ഗ്രാമത്തിലെത്തി. പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? നമുക്ക് എന്താണ് പീലിയുടെ ഗ്രാമത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എന്തെല്ലാമാണ് നമുക്ക് ആ ഗ്രാമത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ സ്വാധീനിച്ചതെന്ന് ഇവിടെ എഴുതാനാണ് പറയുന്നത്. അമിത ബഹളങ്ങളും മാലിന്യങ്ങളും ഇല്ലാത്ത പ്രകൃതി രമണീയമായ പീലിയുടെ ഗ്രാമം വളരെയേറെ മനോഹരമാണ്. നമ്മൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗരത്തിലെ പോലെ ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരുപാട് മാലിന്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലെ. വളരെ ശുദ്ധമായ കാര്യങ്ങളായിരിക്കും. വളരെ അതുപോലെ വെള്ളം ആയിക്കോട്ടെ, വായു ആയിക്കോട്ടെ, നല്ല ശുദ്ധമായിരിക്കും. വളരെ പ്രകൃതി രമണീയമായിരിക്കും ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വളരെ മനോഹരമാണ് നമ്മുടെ പീലിയുടെ ഗ്രാമവും. പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അത്തരം ചിന്തകളിലൂടെയല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? ഈ യാത്രയിൽ നിങ്ങൾക്ക് പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. എന്താ വിക്കി പറയണത്? അപ്പൊ നമുക്ക് പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചിന്തകളാണോ അതിന് ശേഷമുള്ളത്? ഇവിടെ വിക്കി പറയണത്, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷം ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. നമ്മുടെ ഈ പറഞ്ഞ വിക്കിക്കാണെങ്കിൽ എല്ലാം നിറയെ സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ള സുഖസൗകര്യങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു. അപ്പൊ അതൊക്കെയാണ് സന്തോഷം തരിക എന്നായിരുന്നു നമ്മുടെ വിക്കി വിചാരിച്ചിരുന്നത്. പക്ഷെ അതല്ല എന്ന് നമ്മുടെ ചിന്ത തെറ്റാണെന്ന് നമ്മുടെ വിക്കിക്ക് മനസ്സിലായി. അപ്പൊ എന്താ പറയണത്? വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചമേലി പറയുകയാണ്, എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. നീനു പറയുകയാണ്, എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേ ഇല്ല. കാരണം നമ്മൾ നീനു ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല അല്ല, അപ്പൊ ഇതൊക്കെ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതേ ഇല്ല എന്നാണ് നീനു പറയുന്നത്. 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. ഗ്രാമത്തിലെ ജീവിത രീതികളും ഭക്ഷണ രീതിയും എല്ലാം നഗരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. വളരെയേറെ ശുചിത്വപൂർണവും ആരോഗ്യകരവുമായ ജീവിത രീതിയാണ് ഗ്രാമത്തിലുള്ളത്. അടുത്ത തുടർ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ പാഠം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റത്തെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് കേട്ടോ. അത് ഗ്രാമ നഗര പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കും. ഒരു ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ സാമൂഹ്യ സവിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഡോക്യുമെന്റ് ടീച്ചറുടെ പിന്തുണയോടെ തയ്യാറാക്കുക. ടീച്ചറുടെ സഹായത്തോടു കൂടെ ഒരു വീഡിയോ ഡോക്യുമെന്ററി ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്റെ നാട്ടിലെ ഉല്ലാസങ്ങളുടെ വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക. സെമിനാറിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാ? പരിസ്ഥിതി, ഭക്ഷണ രീതികൾ, കൃഷി, മാർക്കറ്റ്, കളികൾ, കളിസ്ഥലങ്ങൾ, ആഘോഷങ്ങൾ, രാത്രികാല കാഴ്ചകൾ, ഇതൊക്കെയാണ് നമ്മുടെ സെമിനാറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം പീലിയുടെ ഗ്രാമം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ സോഷ്യൽ മാത്രമല്ല, നമ്മുടെ സാമൂഹ്യശാസ്ത്രം മാത്രമല്ല, നമ്മുടെ 5ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറ്റു ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.